അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പ്രഭാത സൂര്യനൊക്കെ വരവേറ്റിട്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് എന്താണ് തയ്യാറാക്കുന്നത് എന്നല്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള വാഴക്കൂമ്പ് തോരൻ. വാഴക്കൂമ്പെന്നും കൊടപ്പെന്നും അങ്ങനെ ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും ഇതിന് പറയുക. ഇത് നമുക്ക് ഫ്രഷായിട്ട് വാഴയിൽ നിന്നും കട്ട് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ തന്നെ തോരൻ വെക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഖത്തറിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അവിടുന്ന് ലുലുന്നൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കസിൻ്റെ വൈഫാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഹൗസ് വാമിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരും ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവളുടെ സ്പെഷ്യലായിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനലിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ആ ഒരു വാഴക്കൂമ്പിൻ്റെ മുകളിലത്തെ ആ ഒരു നല്ല ഡാർക്ക് കളറിലുള്ള ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. അത് ഇതുപോലെ ഇറന്നിട്ട് അങ്ങ് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു വൈറ്റ് പോർഷൻ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളായതുകൊണ്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് വളരെ പരിചയസമ്പത്തുള്ള ആളാണ്, അതുകൊണ്ടാണ് കൈ കൊണ്ട് കട്ട് ചെയ്യുന്നത് ഗൈസ്. ഞാനാണെങ്കിൽ കട്ടിംഗ് ബോർഡിലാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കുനുകുനാന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തായിരിക്കും തോരൻ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവട്ടെ. പിന്നെ ചില സമയങ്ങളിൽ ഈ ഒരു വാഴക്കൂമ്പ് ഉപ്പേരി വെക്കുന്ന സമയത്ത് ചെറുതായിട്ട് കയ്പ്പ് രസം ഉണ്ടാവുന്നത് കാണാം. അത് ആ ഒരു മുകളിലുള്ള ഡാർക്ക് കളറുള്ള ആ ഭാഗം കട്ട് ചെയ്യാതെ അതുകൂടി ഇതിലേക്ക് മുറിച്ചിടുന്ന സമയത്താണ് ആ ഒരു കയ്പ്പ് രസം ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് പെട്ടെന്ന് അങ്ങ് ഒരു കറുപ്പ് കളറായിട്ട് മാറും കുറേ സമയം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഴക്കൂമ്പിൻ്റെ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് തോരൻ വെക്കാൻ പറ്റും. ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതങ്ങ് വഴറ്റിയെടുക്കുക. സവാളക്ക് പകരം നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു തോരന്. ഇനിയിപ്പോൾ ഇതാ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു സവാള ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളായിട്ട് നമ്മൾ വെറും മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു വാഴക്കൂമ്പ് തോരന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി മുറി ചിരകിയിട്ട് എടുത്തതാണ്. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയൊക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു വാഴക്കൂമ്പുണ്ടല്ലോ കട്ട് ചെയ്തത്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റോളം അത്രയും മതിയാകുക. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇതൊന്നങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ റെഡിയാക്കി കിട്ടും. ഒട്ടും കയ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും ഇതുപോലെ ആരെങ്കിലും ഈ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കട്ടോ. ആ ഒരു കയ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ഒരു വീഡിയോ. പിന്നെ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.